നമസ്കാരം. ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകാൻ പോകണമെന്നറിയോ? ഒരു സസ്പെൻസ് ആണ് കേട്ടോ. എന്നാലും ഒരു ചെറിയൊരു ക്ലൂ വരാം. അമർനാഥിലുള്ളത് തന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ആരും തന്നെ എത്തിപ്പെടാറില്ല ഈ ഒരു സ്പോട്ടിലേക്ക്. അപ്പോൾ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. എന്തായാലും കണ്ടു നോക്കാം. എന്തായാലും സസ്പെൻഡ് ആണ്. ഇതിൻ്റെ ഇടയിൽ പോയി സ്കിപ്പ് ചെയ്ത് പോയി കണ്ടാൽ കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ ത്രില്ലങ്ങ് പോകും കേട്ടോ. എത്ര കഷ്ടപ്പെട്ടാണ് പോയി കയറി കാണുന്നതെന്നല്ല നിങ്ങൾക്ക് പോകുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, എന്നാലും പോയാലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ നേരെ താഴേക്കാട്ടോ. താഴെത്തും. ഞാനിപ്പോൾ നിൽക്കുന്ന ഏകദേശം 15,000 ഫീറ്റ് ഹൈറ്റിലാണ് കേട്ടോ. ഹായ്, നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടാവില്ലേ ഞാൻ ഈ ദുർഘടം പിടിച്ച വഴിയിലൂടെ ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നല്ല നിങ്ങളുടെ ഒരു സംശയം. ഓക്കെ, ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടോളൂ കേട്ടോ, എവിടേക്കാണ് പോകുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ നേരെ താഴേക്കാട്ടോ. താഴെത്തും. അപ്പോൾ എവിടേക്കാണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാവും കേട്ടോ. എന്തായാലും കാണുക. കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. പാറക്കല്ല്, പിന്നെ അതുകൂടാതെ സ്ലിപ്പായി കിടക്കുന്നു. കുറേ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം എങ്ങനെയാണെന്ന്. ഈ ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടിലേക്ക് പോകാനായിട്ട് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള വഴികളാണ് നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളത് കേട്ടോ. കാരണം പോകുന്ന വഴിയിൽ മൊത്തം പാറ, പിന്നെ അത് കൂടാണ്ട് ഈ ഐസായി കിടക്കുന്നതുകൊണ്ട് ഈ വെള്ളത്തിൽ കാല് ചവിട്ടി കഴിഞ്ഞാൽ സ്ലിപ്പായി പോകും കേട്ടോ. അങ്ങനെ വലിയൊരു പ്രോബ്ലം ഉണ്ട്. എന്നാൽ പോകുന്ന വഴിയെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എങ്ങനെയുള്ള വഴികളാണെന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ എത്തിയത് ആ കാഴ്ച കാണണം, അത് നിങ്ങളിലേക്ക് എത്തിക്കണം. അതാണ് എൻ്റെ ആഗ്രഹങ്ങൾ. കാരണം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് ദൈവം നമുക്ക് സഹായം ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ്. ഓക്കെ, എന്തായാലും എൻ്റെ കൺമുന്നിൽ വലിയൊരു പാറ വന്നു. അതിന് എങ്ങനെ കവർ ചെയ്ത് പോകണമെന്ന് വിചാരിച്ച് സൈഡിലേക്ക് കുറച്ച് ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോഴാണ്. കാരണം കുറച്ച് പാറയെല്ലാം പൊട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ. അത് കൂടാണ്ട് എനിക്ക് വലിയൊരു ചലഞ്ചിങ് ആയിട്ട് എന്താണെന്ന് അത് ഒറ്റ പാറയാണത്. അത് കൂടാണ്ട് അതിൽ മൊത്തം ഈ വെള്ളം പോയി അത് ഐസായി കിടക്കുക കേട്ടോ. അത് സ്ലിപ്പാവാനായിട്ട് 100% ചാൻസസ്. അത് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ താഴേക്കെത്തും, ഒരു സംശയം വേണ്ട. അപ്പോൾ എന്തായാലും ഇവിടം വരെ എത്തിയില്ല. എന്തായാലും ഇനിയിപ്പം മുന്നോട്ട് തന്നെ യാത്ര തിരിക്കാം എന്നുള്ള രീതിയിൽ അവസാനം സ്പൈഡർമാനെ കണക്കാണ് പാറ ക്രോസ് ചെയ്ത് പോയത് തന്നെ കേട്ടോ. പോകുന്ന വഴിയെല്ലാം അത്രയ്ക്ക് ഡേഞ്ചർ തന്നെ കേട്ടോ. നിങ്ങളെ എക്സൈറ്റ്മെൻറ്റ് അടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് ഈ വഴി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എന്തായാലും പോവാൻ മുകളിലേക്ക് തന്നെ. അപ്പോൾ ഈ ഒരു മല മാത്രം കയറണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് എത്തും എന്നുള്ളത് ഏകദേശം എനിക്ക് തോന്നുന്നു. ഇതൊരു 3-4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ കറങ്ങി വരേണ്ടി വരും. ഇത് അമർനാഥ് തന്നെയുള്ള എന്താ പറയുക, ഭഗവാൻ ഇരിക്കുന്ന ആ ഗുഹയോട് ചേർന്ന് തന്നെയാണിത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ, എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഗണപതി ഇരിക്കുന്നതും ശിവനും പാർവതിയുടെയും. അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളല്ല. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു പോർഷനിലായിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ആ പോർഷനിലേക്ക് എത്താൻ കുറേ നടക്കേണ്ടി വരും. പോകുമ്പോൾ അടിപൊളിയായിട്ടുള്ള പൂക്കളെല്ലാം കേട്ടോ. ഞാൻ കണ്ടോളൂ. ആഹാ, എന്താ രസം നോക്കിയേ. ഈ മലയുടെ മേളിൽ നിൽക്കുന്ന സാധനം കേട്ടോ അത്. ഈശ്വര, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അങ്ങ് താഴെ നിറങ്ങി വന്നേ. നമ്മൾ അവിടെ വന്ന് അടുത്ത യാത്രകളിലൊക്കെ തിരിച്ചു കേട്ടോ. കാരണം ഇപ്രാവശ്യം ഞാൻ വോയിസ് ഓവർ നൽകാത്ത കാരണം എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിക്കണ്ടായി ആസ്മ ഉണ്ടോ എന്ന്. ദൈവം സഹായിച്ച് ഇതുവരേക്കും ആസ്മയൊന്നും വന്നിട്ടില്ല. ഈശ്വര അനുഗ്രഹം കൊണ്ട് തള്ളി നീക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ നൽകാത്തത്. ഇതിൻ്റെ മുകളിലെത്തി കേട്ടോ. ഇവിടെ മുകളിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു മല കഴിഞ്ഞു എന്നാണ്. അടുത്തൊരു മലയിലേക്ക് അടുത്ത കയറ്റം കണ്ടു. ഈശ്വര, ഇതാ എന്നാലും വിടാൻ പാടില്ല ഗൈസ്. ഇതെന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ. അടിപൊളി നല്ല പൂക്കളൊക്കെ ഉണ്ടോ. വെറൈറ്റി ആയിട്ടുള്ള പൂക്കളാണ്.
കോട്ട ഇനിയുണ്ട്, ആയിട്ടില്ല. മലകൾ കയറി മുകളിലേക്ക് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ മനോഹരമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഓക്സിജൻ്റെ അളവ് വളരെ കുറയും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നോർമലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് പതുക്കെയാണ് പോയത് തന്നെ. പിന്നെ കൂടാണ്ട് എന്താ പറയുക, തണുപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ട്. ഈ മലകളെല്ലാം കയറി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലഡാക്ക് കാണാൻ സാധിക്കും കേട്ടോ. എന്തായാലും ഞാൻ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും യാത്ര നമുക്ക് തിരിക്കാം. ഇതെല്ലാം വെറൈറ്റി ഉള്ള ചെടികളാണ് കേട്ടോ. എന്താ സംഭവം എന്ന് എനിക്കും അറിയത്തില്ല. പായലാണ് കേട്ടോ, നല്ല രസമുണ്ട് അതിലും പായൽ. ഓക്കെ ശരി, നമുക്ക് യാത്ര തിരിക്കാം. ഈ കാണുന്ന 2 മലയുടെ ഇടുക്കാണ് കേട്ടോ. ഇതുവഴിയാണ് വെള്ളം പാസ് ചെയ്ത് പോകുന്നത്. ഇപ്പം ഐസായി കിടക്കുകയാണ് കേട്ടോ. ഈ മലയാണ് ശേഷ്നാഗ്, അതായത് പരമശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പിൻ്റെ അതേ ആകൃതിയിലാണ് കേട്ടോ. ആ ഏറ്റവും മുകളിൽ കണ്ടോ, അത് ശേഷ്നാഗ് തലയോർത്തി നിൽക്കുന്നതാണ്. ഓക്കെ, അടുത്ത സ്ഥലത്തേക്ക് പോവാം. പൂനിലാവിൻ ലഹരിയും ഭൂമി സുന്ദരം. യാത്രാമധ്യേ ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുകൾ കണ്ടു കേട്ടോ. എല്ലാം മലയുടെ മുകളിൽ നിൽക്കുന്നതാണ്. എന്തായാലും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്, കണ്ടോളൂ. ഈ കാണുന്നത് എന്താ പറയുക, നല്ലൊരു ഡെപ്താണ് കേട്ടോ. നല്ലൊരു കുഴിയുണ്ട് അതിനകത്ത്. ഞാൻ സൂം ചെയ്ത് നോക്കി, കുറച്ചേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, ഇതിനകത്തെങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അടിയിൽ വെള്ളമുണ്ട്, മേളിൽ ഐസുമാണ്. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഐസ്, കണ്ടോ? എൻ്റെ അടിയിൽ കൂടി വെള്ളം പോകുന്നുണ്ട്. അവിടെ നിന്നെങ്ങാനും ജസ്റ്റ് സ്ലൈഡായി വീണ് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ കൂടി എവിടെ വരുമെന്ന് അറിയാൻ പറ്റില്ല. ആ വിദൂരതയിൽ കാണുന്നതാണ് ലഡാക്ക് കേട്ടോ. ഈ കാണുന്നത് ഐസാണ് കേട്ടോ. എന്തായാലും നമ്മുടെ യാത്രയുടെ മധ്യേ ഒരാളിനെ പരിചയപ്പെട്ടു കേട്ടോ. ഇതേ കണ്ടോളൂ, ഇത് എന്താ സാധനമെന്ന് എനിക്കറിയത്തില്ല. ഇത് അണ്ണാനാണോ അതോ പെരിച്ചാഴിയാണോ അതോ ഇനി മുയലാണോ എന്ന് പോലും അറിയില്ല. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആദ്യമൊന്നും അടുത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കയ്യിലിരുന്നൊരു മുട്ടായി പതുക്കെ കൊടുത്തു. നൈസായിട്ട് അടുത്ത് വന്നു. അപ്പോൾ ക്യാമറയിലാണ് ആശം നോക്കുന്നത് മൊത്തം കേട്ടോ. എന്താണെന്ന് അറിയില്ല, എപ്പോഴും നോക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ കണ്ടിട്ട് നോക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. മുട്ടായി രണ്ടാമതും എടുത്ത് കൊടുത്തു കേട്ടോ. വരുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരൻ്റെ താല്പര്യമില്ല മുട്ടായിയോട്. ഇതായി കണ്ട സാധനത്തിൻ്റെ കൂടാണ് കേട്ടോ. ഇതിനകത്ത് ഭാര്യയും ഭർത്താവും മോനാണോ മോളാണോ എന്നറിയില്ല, 3 പേരുണ്ട് താമസിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നടന്ന് മേളിൽ വന്നപ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നത്, മറ്റേ ഹൈറ്റുള്ള വെള്ളച്ചാട്ടമൊന്നുമല്ല. കണ്ടു. അങ്ങനെ വെള്ളത്തിൽ കുറച്ച് വീഡിയോസെല്ലാം എടുത്തതിന് ശേഷം അവിടെ നിന്ന് നേരെ നമ്മുടെ എവിടേക്കാണ് പോകേണ്ടത്
അവിടേക്കുള്ള യാത്ര തിരിച്ചു. അങ്ങനെ നടന്ന് ഏകദേശം അതിനടുത്ത് എത്തി കേട്ടോ. താഴേക്ക് കുറച്ചൊന്ന് വീഡിയോ കൊണ്ടെടുത്ത് പോയപ്പോഴാണ് മനസ്സിലായത് താഴെ അടിഭാഗത്ത് പാറയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പോയ അതേപോലെ തന്നെ തിരിച്ചു വന്നു. യെസ്, വി ആർ ഫൈനലി റീച്ച് അർദ്ധനാരീശ്വരൻ. കുറേ നടത്തത്തിന് ശേഷം അവസാനം നമ്മൾ അർദ്ധനാരീശ്വരനിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ് കേട്ടോ. എൻ്റെ മൊബൈലിൽ അത്രയ്ക്കുള്ള സൂമേ ഉള്ളൂ. ഈശ്വര രക്ഷതു. കണ്ടോളൂ, എല്ലാം കാണാൻ കിട്ടുന്നൊരു ഭാഗ്യം, വേറെ എന്താണ് പറയുക. അപ്പോൾ എന്തായാലും കണ്ടോളൂ, അർദ്ധനാരീശ്വരനെ കണ്ടോളൂ. അർദ്ധനാരീശ്വരനെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നടക്കുമ്പോഴാണ്, നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലഡാക്ക് കാണിച്ചു തരാമെന്ന്. ഓക്കെ, എന്തായാലും ആ ലഡാക്കിൻ്റെ വീഡിയോയിൽ കൂടി നമുക്ക് കടന്നു പോകാം. ഓക്കെ, ആ കാണുന്നുണ്ട്, അത് ലഡാക്കാണ് കേട്ടോ. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ മല കയറി അർദ്ധനാരീശ്വരനെ കണ്ടു, ദർശന സായുജ്യം അടഞ്ഞ് തിരിച്ച് മല ഇറങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു.